പറവൂരിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തോടനുബന്ധിച്ച് ബിജു പുളിക്കലേടത്ത് നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ, വന്ന വഴി മറക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഓർമ്മിച്ച വന്ന വഴി മറക്കാൻ പാടില്ല. കവി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായിരുന്നു, നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായിരുന്നു. അതുകൊണ്ട് ചരിത്രം പറയുമ്പോൾ ഇതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നമസ്കരിച്ച് കളയരുത്. ചരിത്രം ഓർക്കുന്നവർക്ക് മാത്രമേ ഈ സ്വാതന്ത്ര്യത്തിന്റെ വിലയും മൂല്യവും മനസ്സിലാക്കൂ. ചരിത്രത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിലയും മൂല്യവും മനസ്സിലാവൂ. ഒരു കാര്യം ഒരുപാട് ചേർത്ത് പറയാം. നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് കൊച്ചിന്റെ കല്യാണം, എവിടെ കൊച്ചിന്റെ കല്യാണം? ഗുരുവായൂരിൽ. എപ്പോ അതോ 300 കല്യാണം, അതിന്റെ കൂട്ടത്തിൽ ഒരു കല്യാണം എന്റെ കൊച്ചിന്റെ ആദ്യം. ശരി, ഉണ്ണി കൂട് കൊടുക്കുന്നത് എവിടെയാണ്? ചോറ്റാനിക്കരയില്. ശരി, കൊച്ചിനെ അക്ഷരം പഠിക്കുന്നത് എവിടെയാണ്? മൂകാംബിക, പനച്ചിക്കാട്. ഇവിടെ നിന്നേക്കരുത്. അങ്ങനെ ഉണ്ണി കൂട് കൊടുക്കാനും കല്യാണം നടത്താനും ഒക്കെ ഈ അവസരത്തിലേക്ക് കൂടുമ്പോൾ അറിഞ്ഞോണം, മനസ്സിലാക്കിക്കണം. ഈ സ്വാതന്ത്ര്യമൊക്കെ ഇന്നാണ് കിട്ടിയത് എന്നും ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മഹാഗുരു ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചതിന്റെ പുണ്യമാണെന്നും കൂടി ഓർക്കണം. അതുകൊണ്ട് നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, ഏത് അമ്പലത്തിൽ പോയാലും ദോഷമില്ല. പക്ഷേ ആ അമ്പലത്തിന്റെ ഗോപുര നട കടക്കുമ്പോൾ ആ ഗോപുര നടയിൽ തൊട്ടു തൊഴുതിട്ട് പറയണം, എന്റെ ഗുരുസ്വാമി നന്ദിയുണ്ട് കേട്ടോ, ഈ ഭഗവാന്റെ അടുക്കലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു നന്ദി വാക്ക് പറഞ്ഞേക്കണം. നന്ദി ഇല്ലാത്തവരെ സഹായിക്കാൻ ആരെങ്കിലും ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ഏതാണ്? ഒരു മനുഷ്യനുണ്ടാവേണ്ട, മനുഷ്യന്റെ മൃഗത്തിനായി ശരി ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഏതാണ്? ക്വാളിറ്റി ഏതാണ്? നന്ദി. നന്ദി. നന്ദി ആരോട് ഞാൻ ചൊല്ലുന്നു? നന്ദി. നമ്മുടെ വീട്ടിലൊരു വാക്യം, ഒരു പണിയും ചെയ്യാതെ 4 നേരം മൃഷ്ടാന്നം പിടിച്ചുകൊണ്ട് ഒരു പണിയും ചെയ്യാതെ ചുമ്മായിരിക്കുന്ന വാക്യം ആരായിരുന്നു? പ്രത്യേകിച്ച് ഒരു പണിയില്ല. പക്ഷെ നമ്മള് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആ ചങ്ങാതിയെ മറക്കത്തില്ല, വെറുപ്പിക്കത്തില്ല, സമയാസമയത്ത് അവർ കൊണ്ട കൊടുത്തിരിക്കും. ആരാ? പ്രത്യേകിച്ച് ഒരു പണിയില്ല. വല്യപ്പനാണ്. വീട്ടിലെ പട്ടി ശരിയല്ലേ? എന്നെ കാര്യമില്ല. അവന് 12 കൊടുത്ത ഒരു ബിസ്ക്കറ്റ്, ഒരു നേരത്തെ ചോറ്, അത് മതി. എപ്പ കണ്ടാലും അവന്റെ ആരാധിച്ചുണ്ടല്ലോ ആ ചിരി, ആ സ്നേഹം, ആ നന്ദി അതിനെ മറക്കാൻ നമുക്ക് പറ്റത്തില്ല. ആ നന്ദിയെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും അവന്റെ കാര്യത്തിൽ വീഴ്ച പറ്റുമോ? പറ്റില്ല. എന്നുവെച്ചാൽ അതാണ് നന്ദിയുടെ ബലം. അപ്പോൾ ഈ നന്ദി നമുക്ക് ഈ ഗുരുവിനോടുണ്ടാവണം. കാരണം നമുക്ക് ഇത്രയൊക്കെ തന്നത് ആരാണ്? നമുക്ക് ഈ കാണാൻ സൗഭാഗ്യം എല്ലാം തന്നത്. പലരും പറയും ഞാൻ പണിയെടുത്തുകൊണ്ടാണ്. ഞാൻ വലിയ സംഭവമായിട്ട് ഒന്നുമല്ല. പണ്ടും ഈ പണിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പണ്ടും ഇതിനേക്കാളൊക്കെ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് മാത്രമാണ് അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത്. പണിയെടുക്കുന്നതിന്റെ ഫലം ഇന്നാണ് കിട്ടി തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഏത് അമ്പലത്തിൽ പോയാലും ശരി, ഏത് ആരാധനത്തിൽ പോയാലും നിങ്ങൾ ആദ്യം ഈ ഗുരുവിനോട് നന്ദി പറഞ്ഞേക്കണം. എങ്കിലേ അമ്പലത്തിലെ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂ. അല്ല നിങ്ങൾ വെറുതെ ഒരു പ്രാർത്ഥിക്കാൻ പറയുള്ളൂ, വഴിപാട് കഴിക്കാൻ പറയുള്ളൂ. ആ ഭഗവാൻ ആദ്യം നോക്കുന്നത് ആ ഗുരുവിനോട് അവൻ നന്ദി പറഞ്ഞിട്ട് പോയാണ്. കാരണം അവനെ ഇവിടെ എത്തിച്ചത് ഈ ഗുരുവാണ്. അപ്പൊ ആ ഗുരുവിനോട് നന്ദി പറയണം. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തെ ഓർക്കുമ്പോൾ അതിന്റെ ചരിത്ര പ്രാധാന്യം പഠിക്കണം. മക്കളെ, ഇന്ന് നമ്മളുടെ എല്ലാ അമ്പലത്തിലും പോകുന്നു, എല്ലാവരും നമുക്ക് സ്ഥാനങ്ങൾ കിട്ടുന്നു, പരിഗണന കിട്ടുന്നു, നമ്മളതിന്റെ കമ്മിറ്റിക്കാരാണ്, ഒക്കെ ശരിയല്ല. പക്ഷേ ഇതിനൊക്കെ നമുക്ക് സൗകര്യം തന്നത് ഈ പള്ളിക്കൂടം ഇവിടെ ഉണ്ടാക്കുവാൻ, ഇത് നടത്തുവാൻ, ഇവിടെ പഠിക്കുവാൻ, അക്ഷരം എഴുതുവാൻ നമുക്ക് അനുവാദം നൽകിയത് നമ്മുടെ ഗുരുവിന്റെ കാരുണ്യമാണ്. അങ്ങേ തിരുവുള്ളൂരിലെ അൻപിൻ വിനിയോഗമാണ്. ആ വിനിയോഗത്തെ കുറിച്ച് ഓർക്കാനും ചിന്തിക്കാനും വൈക്കം സത്യാഗ്രഹത്തിന് 100 കൊല്ലം തികയുമ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടതല്ലേ? അതോ അതുപോലെ മറന്നുപോയാൽ മതിയോ? പോരാ. ചരിത്രം ഓർമ്മിക്കാൻ, ചരിത്രം പഠിക്കാൻ. രണ്ടാമത് ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശതാബ്ദി എന്ന് പറയുന്നത് അത് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ
കണ്ടുമുട്ടിയതിന്റെ 100ാം വയസ്സാണ്. 1924 മാർച്ച് 11 ഇപ്പതേ 25 മാർച്ച് 11 കൃത്യം 100 വർഷം.